വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കണ്ടാനോ, രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള ധൃതി എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്നതാണ്. അതുപോലെ എനിക്കുണ്ട്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ ലഞ്ച് ഉണ്ടാക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷനായി. ഇപ്പോൾ ഞാൻ ഇന്ന് ജൂലിയെ വെളിയിലാണ് ഇട്ടിരുന്നത് കേട്ടോ. ജൂലിയെ ഇന്ന് വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ വന്ന് ഞാൻ തീയൊക്കെ കത്തിച്ച് ആദ്യം തന്നെ ചോറാണ് അടുപ്പിലോട്ട് വെക്കുന്നത്. അരി അടുപ്പിലിടുകയാണ് കേട്ടോ. അപ്പോൾ അരി ആദ്യം വെന്ത് കിട്ടണ്ടേ, അപ്പോൾ അത് കാരണം ഫസ്റ്റ് വെച്ചു. പിന്നെ പാൽ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ എല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ ഓരോരോ ജോലി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇടയ്ക്ക് ഞാൻ പല്ല് തേക്കാൻ പോയി, ഞാൻ നിസ്കരിക്കാൻ പോയി, അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നേരെ വന്നിത് ചെയ്തിട്ടാണ് ഞാൻ നേരെ ബാലൻസ് ഉള്ള ജോലിക്കെല്ലാം പോകുന്നത്. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ മാവൊക്കെ ഞാൻ അരച്ച് വെച്ചത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, പകുതി ഫ്രിഡ്ജിൽ കയറ്റണം, പകുതി ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനതെല്ലാം പകുതി മാവ് പെട്ടെന്ന് തന്നെ എടുത്ത് പകുതി ഫ്രിഡ്ജിലോട്ട് കയറ്റാന്നുള്ള പരിപാടി തുടങ്ങി. അപ്പം ആദ്യം ഉപ്പിട്ട്, ഇത് എന്തുപ്പാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതാണ് നമുക്ക് പ്രഷറൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപ്പാണ് കേട്ടോ. ഈ ഉപ്പാണ് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും പ്രഷറൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ പ്രായവും വയസ്സൊക്കെ ആയി വരുമല്ലേ, എനിക്ക് ഇക്കയ്ക്കെല്ലാം വയസ്സായി വരുമല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഉപ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് മറ്റേ ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇന്നെല്ലാവർക്കും ഈ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ പകുതി മാവ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലൊക്കെ തിളച്ച് പൊങ്ങി വന്നു, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാബേജൊക്കെ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം രാത്രി അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കും, ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്നാവുമല്ലോ ജോലി. അങ്ങനെ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചത്, ക്യാബേജ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ട് വന്നപ്പോഴേക്കും അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ദോശ മതി, ഇന്ന് ഇഡ്ഡലി ഒന്നും വേണ്ട, നാളെ മതി ഇഡ്ഡലി. ഇന്ന് ചില ആൾക്കാർക്ക് ദോശ നെയ്യ് ഒഴിച്ച് വേണം, വലുതായിട്ട് ചുട്ടിട്ട് നെയ്യ് ഒഴിച്ച് വേണമെന്ന് പറയുന്നു. ചിലവർ പറയുന്നു ഞങ്ങൾക്ക് നെയ്യ് വേണ്ട, സാധാരണ ദോശ മതി. അങ്ങനെ ഇവിടെ ഒരുപാട് അഭിപ്രായങ്ങളാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് വേണ്ടത്. അങ്ങനെ രാവിലെ മക്കളെ സ്കൂളിൽ വിടാനുള്ള ധൃതി എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഓരോ ജോലികൾ ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ എനിക്കും ഇക്കായ്ക്കും കിച്ചുവിനും മാത്രം ചായ മതി കേട്ടോ. അക്കും പാലാണ് കുടിക്കുന്നത്. അങ്ങനെ നെയ്യ് ഒഴിച്ച ദോശയാണ് ഇത്, കണ്ടില്ലേ. അപ്പോൾ നെയ്യ് ഒഴിക്കാത്ത ദോശയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാക്കി മാറ്റി വെച്ചതിൻ്റെ ഇടയ്ക്ക് മക്കളെ ഞാൻ വിളിക്കാൻ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് നെയ്യ് ഒഴിക്കാത്ത ദോശയാണ് കേട്ടോ. അങ്ങനെ അതും എടുത്ത് മാറ്റി വെച്ചു. മക്കളെ വിളിച്ച് ഓരോരുത്തരെ കുളിക്കാൻ വിളിച്ച് ബാത്റൂമിൽ കയറ്റി വിട്ടിട്ടാണ് വരുന്നത്. രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടാണ് എല്ലാവർക്കും. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ. പിന്നെ ഞാൻ വറ്റൽമുളകൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തിടാൻ വേണ്ടി ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. 3 മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ച് ഒന്നിച്ചങ്ങ് ഒഴിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. പിന്നീട് അമ്മു കുളിച്ചിട്ട് വന്നു. അമ്മു രാവിലെ തല നനയ്ക്കത്തില്ല കേട്ടോ, വൈകുന്നേരമാണ് തല നനയ്ക്കുന്നത്. സ്കൂളിൽ തല നനച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഓംലേറ്റ് ഒക്കെ റെഡിയായി, മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയായി, എല്ലാം ഞാൻ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ വലുതായിട്ട് ഓംലേറ്റ് പൊരിച്ചത് കാരണം എല്ലാവരും കട്ട് ചെയ്ത് പീസാക്കി വെച്ച് കൊടുത്തു. പിന്നീട് ഞാൻ ക്യാബേജ് തോരനാണ് വെക്കുന്നത്. അങ്ങനെ ക്യാബേജ് തോരനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. ഇത് മാങ്ങ ഉണക്കി അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവത്തില്ല, 1 വർഷം വേണമെങ്കിലും നിൽക്കും. ഇപ്പം തന്നെ ഒരു 6 മാസമായിട്ടുണ്ട് കേട്ടോ. ഇത് കേടായിട്ടേ ഇല്ല. ഞാൻ നാട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നതാണ്. എനിക്ക് ഉമ്മ ഇട്ട് തന്നതാണ്, അതായത് നമ്മുടെ ഇക്കാട് ഉമ്മ ഇട്ട് തന്ന് വിട്ടതാണ്. പിന്നെ ഇത് മോരുകറിയാണ്. മോരുകറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ മക്കൾ ഓട്ടം വന്നു, എല്ലാവരും ഇറങ്ങി പോവാണ് 3 പേരും. പിന്നെ അവരെ വിട്ടതിന് ശേഷം എനിക്ക് പോകണം, കാരണം എനിക്ക് പനിയാണ്. 3 ദിവസമായിട്ട് എനിക്ക് പനി. എന്നെ ഇക്ക ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് ഇക്കയുടെ കൂടെ തന്നെ പോകണം, എന്നെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ ഞാൻ ഷോപ്പിൽ പോകുന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇക്കയുടെ കൂടെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോകുക. കാറിൽ പോയില്ല, എനിക്ക് സ്കൂട്ടി വേണ്ടതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എന്നോട് സ്കൂട്ടി പോവാണ് കേട്ടോ. അല്ലെങ്കിൽ കാറ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ സ്കൂട്ടി കാണത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് 3 ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. പിന്നെ ഫാർമസി വന്ന് നിൽക്കുകയാണ് ടാബ്ലറ്റൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ അടുത്ത് ഓരോരുത്തർ സംസാരിക്കുന്നതിനാണ് ഇടയ്ക്കിടയ്ക്ക് അനക്കാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇക്ക ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇക്കയുടെ കൂടെ നേരെ ഞാൻ പിന്നെ സ്പൂൺസിലോട്ട് പോവാണ്, അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇക്കയുടെ ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കയറി. അപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ പട്ടികൾ വഴി കണ്ടതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൗണ്ടറിൽ ഇരുന്നപ്പോൾ സന്തോഷ് ഭായി ആണെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ലെമൺ ടീ ആണ്. പിന്നെ അത് ഞാൻ കുടിച്ചു ചൂടോടെ, കാരണം എൻ്റെ തോട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു കസ്റ്റമറാണ് ഇവനാണെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് നമ്മുടെ ഫുഡൊക്കെ കണ്ടിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നത്. ഇവനോട് ഒത്ത് കോളേജിൽ ഫസ്റ്റ് ഇയർ ആണ്. അങ്ങനെ ഇവൻ പറഞ്ഞു നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാൽ എനിക്ക് റിവ്യൂ തരുവാണ്. അങ്ങനെ പിന്നീട് അതിനുശേഷം പിന്നെ നല്ല അടിപൊളി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായി അപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം എന്നിട്ട് ടാബ്ലറ്റൊക്കെ കഴിക്കണ്ടേ. അത് കാരണം പിന്നെ കുറച്ച് മീൽസ് എടുത്ത് വെച്ച് ഞാൻ കഴിച്ചു. നല്ല അടിപൊളി എന്താ പറയുന്നത്, ഫിഷ് ഫ്രൈ
ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പപ്പടം, അവിയലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച ശേഷം പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ തനിയാണ് വന്നത്, ഇക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നില്ല, അകത്തെങ്ങാണ്ടിരിക്കുക മക്കൾ 3 പേരുടെ. പിന്നീട് ഞാൻ വന്ന് എന്താ തുറക്കാനെന്ന് ചോദിച്ചാൽ പറഞ്ഞു കേട്ടില്ല, അകത്തായിരുന്നു, സൗണ്ട് കേട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ജൂലി അമ്മു പഠിക്കുക എന്നിട്ട് കിടക്കുകയാണ്. അമ്മുനെ പഠിക്കാൻ സമ്മതിക്കാതെ പിങ്കി അമ്മുൻ്റെ ഇടയിൽ കൂടെ കയറി കളിക്കുകയാണ്. പിന്നെ ഞാൻ വന്ന് കുളിച്ചു, നിസ്കരിച്ചു, ഖുർആനൊക്കെ ഓതി. മക്കൾ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ച് കുടിച്ചു. അപ്പോഴേക്കും സമയം എത്രയെന്നറിയാം, ഞാൻ കാണിച്ചു തരാം. 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ഇവർ ഫുഡ് കഴിക്കുകയാണ്. അക്കൂട്ടൻ ടേബിളിൻ്റെ അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെയോ കുറേ അസൈൻമെൻറ്റ് എഴുതാനുണ്ടെന്നുകൊണ്ട് എഴുതുവാണ്. കിച്ചുവിന് വീഡിയോ എടുക്കുന്ന ആണാവുന്നതുകൊണ്ട് കിച്ചു കുനിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. കിച്ചു ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണിയാണ് കിച്ചു കഴിക്കുന്നത്. അങ്ങനെ കിച്ചുവിന് നാണം വരുന്നതുകൊണ്ട് കിച്ചു മുഖം പൊത്തി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മു ഇവിടെ നിൽപ്പുണ്ട്. അമ്മുന് പിന്നെ നാണക്കേടൊന്നുമില്ല. അമ്മുന് ചിരി വരും. അമ്മ കുറേ വീഡിയോ എടുക്കണ്ട എന്ന് പറയുക. പിന്നീട് അതിനുശേഷം കുറച്ച് നേരം ഞാനിവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവർ ഓരോരോ കളികളുമായിട്ട് പോയപ്പോൾ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പോയി. പിന്നീട് ഞാൻ ഇവർ എന്തെടുക്കുക, കിച്ചുവിനെ കാണുന്നില്ല നോക്കാൻ വേണ്ടി വരുവാണ്. ആരുടെ അനക്കമില്ല. അപ്പോൾ കിച്ചു ദേ ഇവിടെ ഇരുന്ന് ഫിലിം എന്തോ കാണുകയാണ്. കിച്ചുവിൻ്റെ കൂടെ കയറി കിടക്കുന്ന ആരൊക്കെയാന്ന് കണ്ടോ, ജൂലിയും പിങ്കി. എനിക്കത് കണ്ടപ്പോൾ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടില്ല, വീഡിയോ എടുക്കാൻ തോന്നി. രണ്ടുപേരുടെ അടുപ്പിച്ച് കയറി കിടക്കുക. സാധാരണ ജൂലിയും പിങ്കിയും കൂടി ഇങ്ങനെ അടുപ്പിച്ച് കയറി കിടക്കാറില്ല കേട്ടോ, ആദ്യമായിട്ടാണേ. അങ്ങനെ പിന്നെ ഞാൻ എന്തെടുക്കും, അക്കൂട്ടനെ കാണുന്നില്ലല്ലോ, അക്കുവിൻ്റെ അനക്കമില്ലല്ലോ. 8:30 ആയി, അക്കുവിനെ കാണുന്നില്ലെന്നുകൊണ്ട് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ അക്കു അവിടെ നിന്ന് പിന്നെ എഴുതും. അക്കുവിന് ഒരുപാട് അസൈൻമെൻറ്റ് എഴുതാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് എഴുതി തീർക്കുവാണ്. അമ്മുവാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് എഴുതും, അക്കൂട്ടന് സ്പീഡില്ല കേട്ടോ. പിന്നീട് ഞാൻ രാത്രി മക്കൾക്ക് പാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. ഇവർക്ക് ഫുഡൊന്നും വേണ്ട, ബിരിയാണി കഴിച്ചു. എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു. അത് കാരണം ഞാൻ 2 ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയുമാണ് ഞാൻ കഴിക്കുന്നത്. അവർക്ക് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു, അവരെല്ലാവരും ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ 2 ചപ്പാത്തിയും ചിക്കൻ കറി ഒന്നുകൂടി ചൂടാക്കിയിട്ട് ഞാൻ അതാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അതിനുശേഷം കഴിച്ചതിന് ശേഷം ഞാൻ ഇവരെന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചപ്പാത്തി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ സെറ്റിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മുവും അക്കുവും കൂടെ എന്തൊക്കെയോ കളിക്കുവാണ്. അപ്പോൾ അങ്ങനെ അവർ കളിക്കുന്നിടത്ത് ഞാൻ പോയി ഇരുന്ന് അവർ ഗെയിം കളിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വേറെ പല എന്തൊക്കെയോ കളിക്കുന്നു. പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വാഷ് ചെയ്ത് വെച്ചു. പിന്നീട് ഇവരെ അനക്കമില്ലാത്തതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തത് കാരണം അനക്കമില്ലാത്തത്, അനങ്ങാതിരുന്ന് കളിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഒരു ലൈറ്റ് ഹാളിൽ കത്തത്തുള്ളൂ കേട്ടോ, അത് കാരണമാണ്. പിന്നീട് ഇവർ 3 പേരുടെ അടിയായി, വഴക്കായി, കളിയായി. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ജൂലി ഇരിക്കുന്ന കണ്ടില്ലേ, കിച്ചുവിൻ്റെ തലയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ് ജൂലി. ഇവരെന്തുവാ കളിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടാണ് ജൂലി ഇരിക്കുന്നത്. കാരണം 3 കൂടെ വഴക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഫെയിൽ ആകുമ്പോഴത്തേന് അടിയാണ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.